അത്യന്തമായോരാപത്തസുരരാൽ നിത്യം മുഴുത്തു കഴിവില്ലായി വന്നു. ശക്തനായി വന്നു പിറന്നു ദശരഥ പുത്രനാം ശ്രീരാമനാരായണ ഹരേ. യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം ശ്രേഷ്ഠമായ ധർമ്മം എന്താണ്? യുധിഷ്ഠിര, ധർമാചരണം തന്നെ ശ്രേഷ്ഠാണ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മം ഏതാന്ന് ചോദിച്ചാൽ പറയാത്തിരി വിഷമം തന്നെയാ. അതാത് സ്ഥാനത്ത് അതാതിൻ്റെ ധർമ്മമാണ് ശ്രേഷ്ഠം. വളരെ വിചിത്രമാണ് ഈ ജഗത്തും അതിൻ്റെ ഘടനയും. അതിനെ മുഴുവൻ ആർക്കും അറിയാൻ കഴിയില്ല. ഈ വിഷയത്തിൽ പണ്ട് ഇന്ദ്രനും നാരദനും തമ്മിൽ വലിയൊരു സംവാദം നടക്കുകയുണ്ടായി. പണ്ടൊരിക്കൽ ലോകം ചുറ്റിത്തിരിഞ്ഞ് നടന്ന നാരദ മഹർഷി ഒരിക്കൽ സ്വർഗത്തിൽ ഇന്ദ്രൻ്റെ അടുത്ത് എത്തുകയുണ്ടായി. ഇന്ദ്രൻ നാരദ മഹർഷിയെ ഉപചരിച്ചിരുത്തി. എന്നിട്ട് ലോകവിശേഷങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പം നാരദൻ പറഞ്ഞു, ത്രൈലോക്യ നായക, ലോകത്തിൽ നടക്കണ വിശേഷങ്ങൾ വർണ്ണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസ. അനുനിമിഷം സംഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതൊക്കെ എങ്ങനെയാ വിവരിക്കുക? ഞാൻ ഒരു കഥ പറയാം. ഗാനാ നദിയുടെ തെക്കേ കരയിൽ മഹാപത്മം എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധമായൊരു ഗ്രാമമുണ്ട്. അവിടെ ചന്ദ്രവംശത്തിൽ ഭാർഗവ ഗോത്രത്തിൽ ഒരു ബ്രാഹ്മണൻ താമസിക്കുകയുണ്ടായിരുന്നു. ഗൃഹസ്ഥാശ്രമിയാണ്. വലിയ ധർമ്മനിഷ്ഠയാ. അതിൻ്റെ ബലമായിട്ട് അദ്ദേഹത്തിന് എല്ലാ ഐശ്വര്യങ്ങളും സുലഭമായിട്ട് വന്നു ചേർന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് തീരെ സ്വസ്ഥതയില്ല. പരലോകത്തിലെ നല്ല അനുഭവങ്ങൾക്കായിട്ടുള്ള ധർമ്മം ഒന്നും താൻ ആചരിച്ചില്ലല്ലോ എന്നായിരുന്നു മനോവ്യഥ. എന്താണ് ആചരിക്കേണ്ടതെന്ന് ശരിക്കും അറിയാനും വയ്യ. അങ്ങനെ ഇരിക്കെ എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് തീർത്ഥാടനം നടത്തി ഒരു അതിഥി ബ്രാഹ്മണൻ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തി. ഉപചരിത്തിരുത്തി വിശ്രമമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും സംഭാഷണത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ഈ ഗൃഹസ്ഥ ബ്രാഹ്മണൻ തൻ്റെ മനോവ്യഥ ഈ അതിഥി ബ്രാഹ്മണനെ പറഞ്ഞു കേൾപ്പിച്ചു. ഇത് കേട്ട അതിഥി ബ്രാഹ്മണൻ പറഞ്ഞു, ലോകത്തിൽ പലരും പല വിധത്തിൽ പറഞ്ഞും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏതാ ശരിയെന്ന് ആർക്കറിയാം? ധർമ്മത്തിന് അനേക രൂപങ്ങളുണ്ട്. അതിൽ ഏതാണ് പരലോകഗതിക്കും ചിത്തസംതൃപ്തിക്കും പറ്റിയതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഒരു മാർഗം പറയാം. പരീക്ഷിച്ച് നോക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. നൈമിഷ്യാരണ്യത്തിനടുത്ത് ഗോമതി നദിയിൽ നാഗഹൃദ എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ അനേക സർപ്പങ്ങൾ താമസിച്ചു വരുന്നു. അവിടെ പത്മനാഭൻ എന്ന് പറഞ്ഞിട്ട് ഒരു സർപ്പമുണ്ട്. ആ സർപ്പം ജന്മം കൊണ്ട് വലിയ ജ്ഞാനിയാണ്. അദ്ദേഹത്തെ സമീപിച്ച് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കാര്യം മനസ്സിലാക്കി തരും. ഇത്രയും പറഞ്ഞ് അതിഥി ബ്രാഹ്മണൻ പിരിഞ്ഞു പോവുകയും ചെയ്തു. അടുത്ത ദിവസം ഗൃഹസ്ഥ ബ്രാഹ്മണൻ വീട് വിട്ടിറങ്ങി ഗോമതി നദിയുടെ തീരത്തെ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. കുറേ ദിവസം നടന്നിട്ടാണ് ഗോമതി നദിയുടെ തീരത്ത് എത്തിച്ചേർന്നത്. അവിടെ കണ്ട ആളുകളോട് ഈ പത്മനാഭനാഗത്തെ പറ്റി ആരായുണ്ടായി. ആ ഋഷിമാര് പത്മനാഭനാഗത്തിൻ്റെ മഹത്വങ്ങളും ആ നാഗം താമസിക്കുന്ന സ്ഥലവും പറഞ്ഞു കൊടുത്തു. പിന്നെയും നടന്നു. അടുത്ത ദിവസമാണ് നാഗഗ്രഹത്തിൽ എത്തിച്ചേർന്നത്. അപ്പോൾ അവിടെ നാഗഭക്തി മാത്രമേ ഉള്ളൂ. താൻ പത്മനാഗത്തെ കാണാൻ വന്നതാണ് എന്ന് അറിയിച്ചു. അപ്പോൾ നാഗഭഗ്നി പറഞ്ഞു, ഏകചക്രത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആദിത്യരഥത്തെ വഹിക്കുന്നത് നാഗങ്ങളാണ്. ഇന്നിന്ന നാഗങ്ങൾ എത്ര ദിവസം വഹിക്കണമെന്ന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഭർത്താവായ നാഗം ഇപ്പോൾ അതിന് പോയിരിക്കുകയാണ്. ഇനി 7 ദിവസം കഴിഞ്ഞ് 8-ാം ദിവസമേ തിരിച്ചെത്തുള്ളൂ എന്ന് അറിയിച്ചു. സാരില്ല, പത്മനാഗത്തെ കാണാണ്ട് പോണ പ്രശ്നമില്ല. അദ്ദേഹം വരണത് വരെ
ഞാൻ ഗോമതി നദീതീരത്ത് താമസിച്ചോളാം എന്നും പറഞ്ഞ് ആ ഗൃഹസ്ഥ ബ്രാഹ്മണൻ നദീതീരത്ത് പോയി ഇരിപ്പായി. യാതൊരാഹാരവും കഴിക്കാണ്ട് പത്മനാഗത്തിൻ്റെ വരവും പ്രതീക്ഷിച്ചിട്ടുള്ള ഇരിപ്പാണ്. നിശ്ചിത ദിവസം പത്മനാഗം തൻ്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു. നദിക്കരയിൽ ഒരു ബ്രാഹ്മണൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന വിവരം പത്നി അപ്പോൾ അറിയിക്കുകയുണ്ടായി. ഉടനെ തന്നെ ആ ബ്രാഹ്മണനെ കാണാൻ പത്മനാഗം പുറപ്പെട്ടു. അപ്പം നാഗ ആലോചിച്ചു, ഈ മനുഷ്യർക്ക് തന്നെ കണ്ടിട്ട് എന്താ ആവശ്യം? ദേവന്മാർക്കാണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കാണാനും കഴിയും. ഇനി വല്ല ശത്രുക്കളും ആയിരിക്കുമോ എന്നൊരു സംശയം. പത്മനാഗം ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഈ ഗൃഹസ്ഥ ബ്രാഹ്മണൻ്റെ മുമ്പിൽ എത്തിച്ചേർന്നു. ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്ന നാഗം ഗൃഹസ്ഥ ബ്രാഹ്മണനോട് എന്തിനാ ഇവിടെ ഇരിക്കണത്, ആരെ കാത്തായിരിക്കണത് എന്നൊക്കെ ചോദിച്ചപ്പോൾ തൻ്റെ പരമാർത്ഥം മുഴുവൻ ആ ഗൃഹസ്ഥ ബ്രാഹ്മണൻ ഈ വേഷം മാറി വന്ന നാഗബ്രാഹ്മണനോട് പറഞ്ഞു. അപ്പം നാഗബ്രാഹ്മണന് കാര്യം മനസ്സിലായി. ഇയാൾ ദുഷ്ടനൊന്നുമല്ല, തന്നെ ഉപദ്രവിക്കാൻ വന്നവനല്ല എന്ന് മനസ്സിലാക്കി തൻ്റെ യഥാർത്ഥ വേഷത്തിലേക്ക് മാറിയിട്ട് ബ്രാഹ്മണനോട് പറഞ്ഞു, ഞാനാണ് പത്മനാഗം. മഹാബ്രാഹ്മണനായ അങ്ങ് വന്നപ്പോൾ അങ്ങേ സ്വീകരിക്കാനും ഉപചരിക്കാനും കഴിയാഞ്ഞതിൽ വലിയ കുണ്ഠിതമുണ്ട് എന്ന് അറിയിച്ചു. താൻ ആദിത്യരഥത്തെ വഹിക്കുക എന്നുള്ള കാര്യത്താൽ ബന്ധിതനായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പറയണ്ടായി. എന്താണ് അങ്ങക്ക് വിശേഷിച്ച് എന്നിൽ നിന്ന് അറിയേണ്ടത് എന്ന് ചോദിച്ചു. ആഹാരാദി പാനീയങ്ങളൊന്നുമില്ലാണ്ട് അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്ന ബ്രാഹ്മണന് ഈ പത്മനാഗത്തിൻ്റെ വാക്കുകൾ കേട്ടതോടുകൂടി തൻ്റെ ക്ഷീണമൊക്കെ മാറിയതായിട്ട് അനുഭവപ്പെട്ടു. ഈ ആദിത്യരഥത്തെ വഹിക്കുക എന്നുള്ള പ്രക്രിയ എങ്ങനെയാണ് സാധിക്കണത് എന്നും ഇത്രമാത്രം ബലവും വീര്യമൊക്കെ ഒരു നാഗത്തിന് എങ്ങനെയാണ് ഉണ്ടാവണത് എന്നും ബ്രാഹ്മണൻ ചോദിച്ചു. വാചാലനായ നാഗം ആദിത്യ മഹിമയെക്കുറിച്ച് വാഴ്ത്താൻ തുടങ്ങി. ഈ ജഗത്ത് നിലനിൽക്കുന്നതും ഇതിലെ ധർമ്മങ്ങൾ ശരിക്ക് പാലിക്കപ്പെടുന്നതും കൂടി ആദിത്യ ചൈതന്യത്തിൻ്റെ മഹത്വമാണ് എന്ന് ആ നാഗം സമർത്ഥിച്ചു. അങ്ങനെയുള്ള ആദിത്യദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് നാഗം പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങനെ ആദിത്യ മഹിമയെ പറ്റി പലതും സംസാരിച്ചുകൊണ്ടിരിക്കെ ഒരു ദിവസം തനിക്കുണ്ടായ ഒരനുഭവം കൂടി പറയുണ്ടായി. ഏതാണ്ട് മധ്യാഹ്ന സമയമായി കാണും. ആ സമയത്ത് ഒരു തേജോ പ്രസരം ആദിത്യമണ്ഡലത്തിന് അഭിമുഖമായിട്ട് പൊന്തി വരാൻ തുടങ്ങി. ഇതെന്താണെന്നറിയാണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ആ പ്രഭാമണ്ഡലം നേരെ ആദിത്യമണ്ഡലത്തിൽ വന്ന് ഭഗവാനിൽ ലയിച്ച് ഒന്നായിത്തീർന്നു. ആ തേജസ് എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ആദിത്യ ഭഗവാനോട് ചോദിച്ചു, എന്താ ഈ സംഭവിച്ചത്? സത്യാഹിംസകളെ പാലിച്ചുകൊണ്ട് ഉച്ചവൃത്തിയായി വളരെ കാലം തപസ്ത അനുഷ്ഠിച്ച ഒരു ബ്രാഹ്മണൻ ശരീരം വിട്ടു വന്നതാണ് നിങ്ങൾ കണ്ട കാഴ്ച എന്ന് ആദിത്യ ഭഗവാൻ അപ്പോൾ പറഞ്ഞു തന്നു. ഇത്രയും പത്മനാഗം പറയുന്നത് കേട്ടതോടു കൂടിയിട്ട് ഗൃഹസ്ഥ ബ്രാഹ്മണൻ്റെ സംശയമൊക്കെ തീർന്നു. അദ്ദേഹം നാഗശ്രേഷ്ഠനോട് യാത്ര പറഞ്ഞ് പുറപ്പെട്ടു. അങ്ങ് ഇത്രയൊക്കെ സംസാരിച്ചിരുന്നു, പക്ഷെ വന്ന കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ എന്ന് നാഗം ഓർമ്മിപ്പിച്ചു. അപ്പോൾ ആ ഗൃഹസ്ഥ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ വന്ന കാര്യം സഫലമായിരിക്കുന്നു, ഇനി എനിക്കൊന്നും അറിയാനില്ല. ആ ബ്രാഹ്മണൻ പിന്നീട് ഉച്ചവൃത്തിയോട് കൂടിയിട്ടുള്ള തപസ് ആരംഭിച്ചു. അങ്ങനെ ജന്മസാഫല്യത്തിന് പ്രാപ്തനും ആയി. യുധിഷ്ഠിര, ഒരാൾ ജന്മസാഫല്യത്തെ പ്രാപിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഈ ഇതിഹാസം കൊണ്ട് വ്യക്തമാവുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഭീഷ്മാചാര്യൻ തൻ്റെ ഉപദേശത്തെ ഉപസംഹരിച്ചു. ഇവിടെയാണ് ശാന്തി പർവം അവസാനിക്കുന്നത്. ഇനി അനുശാസന പർവം തുടങ്ങുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ
എല്ലാ അനുഗ്രഹ ആശസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചോണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.